ചരിത്രത്തിലെ ഏറ്റവും നിർഭാഗ്യകരമായ 5 യുദ്ധവിമാനങ്ങൾ. കാരണം അവ ഒരിക്കലും പറന്നില്ല. ചരിത്രത്തിൽ വളരെ പുരോഗമിച്ചതും വിചിത്രവുമായ നിരവധി ജെറ്റ് ആശയങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു. പക്ഷെ അവയ്ക്ക് ഒരിക്കലും ആകാശത്ത് എത്താൻ കഴിഞ്ഞില്ല. യുദ്ധവിമാനങ്ങളുടെ ചരിത്രത്തിൽ അതുല്യമായ രൂപകൽപ്പനയും സാങ്കേതിക വിദ്യയും കാരണം വാർത്തകളിൽ ഇടം നേടിയ നിരവധി യുദ്ധവിമാന ഡിസൈനുകൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അവ ഒരിക്കലും പറന്നില്ല. ഈ പദ്ധതികൾക്കായി കോടിക്കണക്കിന് ഡോളർ ചിലവഴിച്ചു, വർഷങ്ങളോളം ഗവേഷണം നടത്തി. എന്നാൽ ഒടുവിൽ ഈ ജെറ്റുകൾ ബ്ലൂ പ്രിന്റുകളിലോ സ്കെയിൽ മോഡലുകളിലോ അല്ലെങ്കിൽ അപൂർണമായ പ്രോട്ടോടൈപ്പുകളിലോ മാത്രമായി ഒതുങ്ങി. അത്തരം ഏറ്റവും സവിശേഷവും നിർഭാഗ്യകരവുമായ 5 യുദ്ധവിമാനങ്ങളെക്കുറിച്ച് നമുക്ക് അറിയാം. ഒരിക്കലും പറക്കാൻ കഴിയാത്ത അത്തരം 5 അതുല്യമായ യുദ്ധവിമാനങ്ങളെക്കുറിച്ചാണ് നമ്മളിവിടെ സംസാരിക്കുന്നത്. അതിൽ ആദ്യത്തേത് മക്ഡൊണാൾ ഡഗ്ലസ് A-12 അവഞ്ചർ 2. ഇതിൻ്റെ ത്രികോണാകൃതി കാരണം ഫ്ലൈയിങ് ഡോറിറ്റോ എന്ന് വിളിക്കപ്പെട്ടു. A-12 അവഞ്ചർ 2 US നാവികസേനയുടെ നൂതന സ്റ്റെൽത്ത് ബോംബറായി മാറേണ്ടതായിരുന്നു. ഇതിനായി $5 ബില്യൺ ചിലവഴിച്ചു. പക്ഷേ ചെലവും കാലതാമസവും കാരണം 1991 ഈ പദ്ധതി റദ്ദാക്കി. ഇതിൻ്റെ പ്രോട്ടോടൈപ്പുകളൊന്നും പറന്നില്ല. അടുത്തത് നോർത്രോപ്പ് XP-79 ഫ്ലൈയിങ് റാം. ഫ്ലൈയിങ് റാം എന്ന് വിളിക്കപ്പെടുന്ന XP-79 വാലില്ലാത്ത പറക്കുന്ന ചിറകിനോട് സാമ്യമുള്ളതും ശത്രു ബോംബറുകളെ വെടിവെക്കാൻ രൂപകൽപ്പന ചെയ്തതുമായിരുന്നു. അതിൻ്റെ ആദ്യ പരീക്ഷണ പറക്കൽ 1945 നടന്നു. എന്നാൽ ജെറ്റ് തകർന്നു, പൈലറ്റ് മരിച്ചു. ഇതിനുശേഷം പദ്ധതി എന്നേക്കുമായി അടച്ചുപൂട്ടി. അടുത്തതായി ലോക്ക്ഹീഡ് L-133 സ്റ്റാർ ജെറ്റ്. ഇത് ശരിക്കും കാലത്തിന് മുമ്പുള്ള ഒരു ജെറ്റായിരുന്നു. 1942 രൂപകൽപ്പന ചെയ്ത L-133 സ്റ്റാർ ജെറ്റ് കാലത്തിന് മുമ്പുള്ള സാങ്കേതിക വിദ്യയായ ഫ്യൂച്ചറിസ്റ്റിക് ടർബോ ജെറ്റുകളും കനാർഡ് വിങ്സും ഉപയോഗിച്ചാണ് നിർമ്മിച്ചത്. എന്നാൽ രണ്ടാം ലോക മഹായുദ്ധത്തിൻ്റെ ആവശ്യങ്ങൾക്ക് ഇത് വളരെ പുരോഗമിച്ചതുമായിരുന്നു. എന്നാൽ ബ്ലൂ പ്രിന്റുകളിലും മോഡലുകളിലും മാത്രമായി ഒതുങ്ങിയത് ഒരിക്കലും പറന്നില്ല. അടുത്തത് ബോയിങ് X-32. വിചിത്രമായ ആകൃതിയിലുള്ള പരാജയപ്പെട്ട ഒരു ഡെമോ ജെറ്റ്. US ജോയിന്റ് സ്ട്രൈക്ക് ഫൈറ്റർ മത്സരത്തിനായി ബോയിങ് X-32 നിർമ്മിച്ചു. അതിൻ്റെ കട്ടിയുള്ള ഡെൽറ്റ വിങ് രൂപകൽപ്പനയും പ്രകടനത്തിലെ പോരായ്മകളും അതിനെ പരാജയപ്പെടുത്തി. പരീക്ഷണ പറക്കലുകൾക്ക് ശേഷം ഇത് റദ്ദാക്കുകയും അതിൻ്റെ എതിരാളിയായ ലോക്ക്ഹീഡ് F-35 ആയി അംഗീകരിക്കപ്പെടുകയും ചെയ്തു. മക്ഡൊണാൾ XF-85 ഗോബ്ലിൻ പാരസൈറ്റ് ജെറ്റ്. XF-85 ഗോബ്ലിൻ ഒരു മിനി ജെറ്റായിരുന്നു. B-36 ബോംബറിൻ്റെ ബോംബെയിൽ നിന്ന് ഇത് വിക്ഷേപിക്കപ്പെടാൻ പദ്ധതിയിട്ടിരുന്നു. കുറച്ച് പരീക്ഷണ പറക്കലുകൾ നടത്തിയെങ്കിലും അതിൻ്റെ ഡോക്കിംഗ് സിസ്റ്റം അങ്ങേയറ്റം അപകടകരമാണെന്ന് തെളിഞ്ഞു. നിരവധി അടിയന്തര ലാൻഡിങ്ങുകൾ നടത്തേണ്ടി വന്നു. ഒടുവിൽ കുറച്ച് പരീക്ഷണങ്ങൾക്ക് ശേഷം പദ്ധതി ഉപേക്ഷിച്ചു.